ഇത് കേരളത്തിലെ അതിപ്രസിദ്ധമായ പുരാതന ശേഷിപ്പുകൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാൽപ്പാടം പതിഞ്ഞിരിക്കുന്ന നാടായ കൊച്ചു കേരളത്തിലെ ആ പതിഞ്ഞ സ്ഥലമായ കൊല്ലം എന്ന സ്ഥലത്ത്, നമ്മൾ കൊല്ലം കോഴിക്കോട് കഴിഞ്ഞ് തലശ്ശേരിക്ക് വരുമ്പോൾ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ കൊല്ലത്ത് നിന്നും കുറച്ചുള്ളിലേക്കായിട്ട് പാറപ്പള്ളി മക്കാം. പാറപ്പള്ളി മക്കാം എന്ന് പറയുമ്പം നബിതങ്ങളുടെ സഹാബത്തായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമുള്ള സ്ഥലമായ ഇവിടെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാൽപ്പാടം പതിഞ്ഞിരിക്കുന്നു. കടപ്പുറയാണ്. ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. കടലിൻ്റെ അടുത്തൊരു ചെറിയ കിണറുണ്ട്. അതിൽ നല്ല ശുദ്ധജലമാണ്. നല്ല വന്ന് കണ്ട സ്ഥലമാണ്. മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാൽപ്പാദം പതിഞ്ഞ മണ്ണായ പതിഞ്ഞ അടയാളം അവശേഷിക്കുന്ന സ്ഥലം. ആ അടയാളം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ ദർസ് നടക്കുന്നുണ്ട്. പാറപ്പള്ളി തമീമുൽ അൻസാരി ദഅവാ കോളേജിൽ നിന്നും 6 വർഷത്തെ പഠനം പൂർത്തിയാക്കി തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ ജാമിയ ദാറുസ്സലാം ഇസ്ലാമിയ നന്ദിയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ. ഇപ്പോഴത്തെ കാര്യമാണിത്. തമീമുൽ അൻസാരി ദഅവാ കോളേജ്. പിന്നെ അപ്പുറത്ത് വേറെ ഉണ്ട്, ഹിഫ്ളുൽ ഖുർആൻ ഉണ്ട്. പാറപ്പള്ളി തമീമുൽ അൻസാരി തഹ്ഫീലുൽ ഖുർആൻ കോളേജ്. ഹിഫ്ള് പൂർത്തിയാക്കിയ കുട്ടികളതാണിത്. ഇങ്ങോട്ടാണ് മക്കാമുള്ളത്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാൽപ്പാടുള്ളൊരു പള്ളിയുണ്ട്. ഈ പള്ളീൻ്റെ തുടക്കത്തിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ട് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ പാറയിൽ പതിഞ്ഞിരിക്കുന്നത്. ഇതിൽ കാണാം. നമ്മളെ ഇരുമാട് മക്കാമിൽ സൂഫി ഷഹീദ് തങ്ങളെ അടയാളങ്ങളെ പോലെ തന്നെ ഇത് മറ്റൊരു കാൽപ്പാദത്തിൻ്റെ അടയാളമാണ്. ഇത്ര നീളമുണ്ട് കാൽപ്പാദം. അളവും കാര്യമൊന്നും ഞാനിപ്പോൾ നോട്ട് ചെയ്യുന്നില്ല. ഇത് നേരിട്ട് കണ്ടാലേ വ്യക്തമായി നമുക്കൊരു മനസ്സിലാക്കുള്ളൂ. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷമാണല്ലോ മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ശേഷിപ്പെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. പറയാനാണെങ്കിൽ 40-ലധികം ഹജ്ജ് ചെയ്ത് ഇന്ത്യയിൽ നിന്നും മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന മനുഷ്യപിതാവായ ആദം നബിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പം ഇസ്ലാമിൻ്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ ആദം നബിയിലൂടെയാണ്. കാരണം അൽഹംദുലില്ലാ എന്നുള്ള ആദ്യ വാക്ക്, ഖുർആനിൻ്റെ ആദ്യ വാക്ക് ഫാത്തിഹ സൂറത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തന്നെയല്ലേ. സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നല്ലേ. സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ എന്നാണ് ആദം നബി പറഞ്ഞത്. അപ്പം മുത്തുനബി നമുക്കത് പഠിപ്പിച്ചു തന്നു. അവസാന പ്രവാചകനായി വന്നു. അൽഹംദുലില്ലാ. ഇവിടെ സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു. അള്ളാഹു സാധിപ്പിച്ചു തന്നു. ഇനി ഒരുപാട് നല്ല സിയാറത്തുകൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും.